നമസ്കാരം, എല്ലാവർക്കും ആമീസ് ഫുഡ് കോർട്ടിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് നമ്മൾ ഹോട്ടലിലും അതേപോലെ കല്യാണത്തിനൊക്കെ ചെല്ലുമ്പോൾ കിട്ടുന്ന നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ക്യാരറ്റ് ഹൽവയാണ്. മാത്രമല്ല ഈ ഒരു റെസിപ്പിയിൽ നമ്മളൊരു സീക്രട്ട് ഇൻഗ്രീഡിയൻറ്റും കൂടി ചേർക്കുന്നുണ്ട്. നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും അതും കൂടി ചേർത്താൽ. അപ്പോൾ അതെങ്ങനെയാണ് നമുക്ക് റെഡിയാക്കുന്നതെന്നും കൂടി ഒന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ അളവിൽ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള നട്ട്സ് ഫ്രൈ ചെയ്തെടുക്കാനാണ് പോകുന്നത്. അപ്പോൾ നെയ്യ് നല്ല പോലങ്ങ് മെൽറ്റായിട്ട് ഒന്ന് ചൂടായിട്ട് വരുമ്പോൾ ഇതിലേക്ക് നട്ട്സ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നട്ട്സിൻ്റെ അളവ് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് മാറ്റം വരുത്താം. അതേപോലെ നിങ്ങളുടെ കയ്യിലുള്ള നട്ട്സ് എടുക്കാം. ഞാനിപ്പോൾ കുറച്ച് കശുവണ്ടി പരിപ്പും അതേപോലെ തന്നെ ബദാമും കുറച്ച് കിസ്മിസാണ് എടുത്തിരിക്കുന്നത്. അത് നെയ്യിലിട്ടിട്ട് ഒന്ന് വറുത്തെടുക്കാം. ഇപ്പോൾ നട്ട്സൊക്കെ നല്ലപോലെ ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. നമ്മുടെ നട്ട്സിൻ്റെ കളറ് ഒരു ലൈറ്റായിട്ട് മാറിയിട്ടുണ്ട്. അതേപോലെ കിസ്മിസൊക്കെ നല്ല പോലെ വീർത്തും വന്നിട്ടുണ്ട്. അപ്പോൾ ഇത്രയും മതി, നമുക്കിതൊന്ന് കോരി മാറ്റാം. ഞാനിപ്പോൾ നട്ട്സ് എല്ലാം മാറ്റിയിട്ടുണ്ട്. ഇനി ഈ നെയ്യിലേക്ക് തന്നെ നമുക്ക് ക്യാരറ്റും കൂടി ഇട്ടിട്ട് ഒന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ നിങ്ങൾക്ക് എക്സ്ട്രാ നെയ്യ് ചേർക്കണമെങ്കിൽ ഈ സമയം ചേർക്കാം. ഞാനിപ്പോൾ ക്യാരറ്റ് നമ്മൾ സാധാരണ കറിക്കൊക്കെ ഉപയോഗിക്കുന്ന ക്യാരറ്റാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇതേപോലെ വളരെ കനം കുറച്ചാണ് ഞാൻ ഗ്രേറ്റ് ചെയ്തെടുത്തിരിക്കുന്നത്. അപ്പോൾ 3.5 കപ്പ് അളവിലാണ് ഞാൻ ക്യാരറ്റ് എടുത്തിരിക്കുന്നത്. അതായത് ഒരു കപ്പ് എന്ന് പറയുന്നത് 240 ml കപ്പാണ്. അപ്പോൾ സാധാരണ ക്യാരറ്റ് ഹൽവയ്ക്ക് റെഡ് കളറിലുള്ള ക്യാരറ്റാണ് യൂസ് ചെയ്യാറ്. അപ്പോൾ അത് എല്ലാവർക്കും കിട്ടണമെന്നില്ല. അപ്പോൾ നമുക്കെപ്പോഴും അവൈലബിൾ ആയിട്ടുള്ള ഈ ക്യാരറ്റ് വെച്ച് ചെയ്താലും അതേ ഒരു ടേസ്റ്റിൽ തന്നെ നമുക്ക് കിട്ടുകയും ചെയ്യും. ഇനി നമ്മൾ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഈ നെയ്യിലിട്ടിട്ട് ഈ ക്യാരറ്റ് ഒന്ന് വഴറ്റിയെടുക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ ക്യാരറ്റിലുള്ള വെള്ളം ഒന്ന് വലിഞ്ഞ് കിട്ടുന്നത് വരയ്ക്കും നമ്മൾ ഇതൊന്ന് നെയ്യിലിട്ടിട്ട് വഴറ്റിയെടുക്കണം. അപ്പോൾ ഹൈ ഫ്ലെയിമിൽ വെക്കാനും ശ്രദ്ധിക്കുക, അതേപോലെ ഇളക്കി കൊടുക്കാനും ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ നല്ല പോലെ ഇതിൽ വെള്ളമൊക്കെ ഒന്ന് വറ്റി വരട്ടെ. ഇപ്പോൾ ഇതാ നമ്മൾ നെയ്യിൽ നല്ല പോലെ നമ്മുടെ ക്യാരറ്റ് വഴറ്റിയെടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും ഇങ്ങനെ നെയ്യിൽ നമ്മുടെ ക്യാരറ്റ് വഴറ്റിയെടുക്കുമ്പോൾ. അപ്പോൾ ഇച്ചിരി ഡ്രൈ ആയിട്ടും വന്നിട്ടുണ്ട്, വെള്ളമൊക്കെ ഒന്ന് ക്യാരറ്റിലൊന്ന് പോയി കിട്ടിയിട്ടുമുണ്ട്. ഇനി ഈ സമയം ഇതിലേക്ക് നമുക്ക് പാല് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ 1 കപ്പ് അളവിൽ പാലാണ് ചേർത്ത് കൊടുക്കുന്നത്. ഫുൾ ഫാറ്റ് മിൽക്കാണോ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഏത് കപ്പിലാണ് ക്യാരറ്റ് അളക്കുന്നത് ആ ഒരു കപ്പിൽ തന്നെ പാലും എടുക്കാൻ ശ്രദ്ധിച്ചാൽ മതിയാകും. അപ്പോൾ ഇന്ന അളവിലുള്ള കറക്റ്റ് നമുക്ക് എടുക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ നിങ്ങൾ ഏത് ഗ്ലാസ്സിലാണ് അളക്കുന്നത് ആ ഒരു ഗ്ലാസ്സിൽ തന്നെ പാലും എടുക്കാൻ ശ്രദ്ധിച്ചാൽ മതിയാകും. ഇനി നമ്മൾ ലോ ഫ്ലെയിമിലേക്ക് മാറ്റിയിട്ട് വേണം ഇത് കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്ക് ഇത് മൂടി വെച്ച് നല്ല പോലെ വേവിച്ചെടുക്കണം. എന്നാലാണ് നമുക്ക് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ക്യാരറ്റ് ഹൽവ റെഡിയായി കിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ പുറത്ത് കല്യാണത്തിന് പോയാലും അതേപോലെ ഹോട്ടലിലൊക്കെ പോകുമ്പോൾ കിട്ടുന്ന പോലത്തെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഹൽവ കിട്ടണമെങ്കിൽ ഇതേപോലെ നമ്മൾ വേവിച്ചെടുക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇത് മൂടി വെച്ച് നല്ല പോലെ ക്യാരറ്റ് വേവിച്ചെടുക്കണം. അതേപോലെ തന്നെ നമ്മൾ ഇതിലുള്ള പാല് മൊത്തത്തിൽ അങ്ങ് വറ്റിച്ചെടുക്കുകയും വേണം. അപ്പോൾ ഇത് ഇടയ്ക്ക് ഇളക്കി കൊടുക്കാനും മറക്കരുത്. അപ്പോൾ നല്ല പോലെ വെന്ത് വരട്ടെ. ഇനി ഇതിൻ്റെ മൂടിയൊന്ന് നമുക്ക് തുറന്ന് നോക്കാം. കണ്ടില്ലേ, നമ്മുടെ പാലൊക്കെ നല്ല പോലെ വറ്റി വന്നിട്ടുണ്ട്. അതേപോലെ തന്നെ ക്യാരറ്റും നല്ല പോലെ വെന്ത് വന്നിട്ടുണ്ട്, നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഈ ഒരു പരുവത്തിൽ വേണം നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ വളരെ നൈസായിട്ടാണ് ഗ്രേറ്റ് ചെയ്തെടുത്തിരുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് വെന്ത് കിട്ടുകയും ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് കുക്കറിൽ വെച്ച് വേവിച്ചെടുത്താലും മതിയാകും. അപ്പോൾ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ആണ് നമ്മൾ വേവിച്ചത്. എന്നാലും നിങ്ങൾ ഇടയ്ക്ക് ഇതൊന്ന് തുറന്ന് നോക്കിയിട്ട് ഇളക്കി കൊടുക്കാനും മറക്കരുത്. ചിലപ്പോൾ ഇത് അടുക്കി പിടിക്കാൻ സാധ്യതയുണ്ട്, അതുകൊണ്ടാണ് പറഞ്ഞത്. അപ്പോൾ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് നമ്മൾ നല്ല പോലെ ക്യാരറ്റ് വേവിച്ചെടുത്തിട്ടുണ്ട്. ക്യാരറ്റ് നല്ല പോലെ വെന്ത് കഴിഞ്ഞാൽ ഈ സമയം നമുക്കിതിലേക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. അപ്പോൾ പഞ്ചസാരയ്ക്ക് പകരമായിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ കണ്ടൻസ്ഡ് മിൽക്ക് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഒരു 3/4 കപ്പ് പഞ്ചസാരയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അത് ഓരോരുത്തരും മധുരത്തിനനുസരിച്ച് പഞ്ചസാരയുടെ അളവ് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം. നല്ല മധുരം വേണ്ടവർക്കാണെങ്കിൽ 1 കപ്പ് പഞ്ചസാര വരെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി പഞ്ചസാര ചേർത്തിട്ട് നമ്മൾ ക്യാരറ്റ് നല്ല പോലെ മിക്സാക്കി കൊടുക്കാം. നമ്മൾ ക്യാരറ്റിലേക്ക് ഇനി പഞ്ചസാരയൊക്കെ പിടിച്ചിട്ട് നല്ല സോഫ്റ്റ് പരുവത്തിൽ, കുറച്ചും കൂടി സോഫ്റ്റ് പരുവത്തിലാവും. ഇനി പഞ്ചസാര ഇപ്പോൾ നോക്കിയാൽ തന്നെ കാണാം മെൽറ്റായിട്ട് വന്നിട്ടുണ്ട്, കുറച്ച് ലൂസ് പരുവത്തിൽ വന്നിട്ടുണ്ട്.
ഇനി പഞ്ചസാരയുടെ അംശം ഇതിലെ വെള്ളത്തിൻ്റെ അംശം മൊത്തത്തിൽ മാറ്റിയിട്ട് നമ്മൾ ക്യാരറ്റ് കുറച്ച് നല്ല പോലെ ഡ്രൈ ആക്കി, നമ്മൾ പാല് വേവിക്കാൻ വെച്ചല്ലോ എന്നിട്ട് ഡ്രൈ ആക്കി എടുത്തില്ലേ, അതേപോലെ തന്നെ പഞ്ചസാര ചേർത്ത് കഴിഞ്ഞതിന് ശേഷം ഇത് നല്ല പോലെ ഡ്രൈ ആക്കി എടുക്കണം. ഇപ്പം നമ്മൾ പഞ്ചസാരയൊക്കെ ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ല പോലെ ഇത് ഡ്രൈ ആക്കി എടുത്തിട്ടുണ്ട്. കണ്ടില്ലേ, ഒട്ടും നമ്മൾ മെൽറ്റായിട്ട് വന്നതാണല്ലോ നല്ലപോലെ പഞ്ചസാര. ഞാനിപ്പോൾ ക്യാരറ്റ് നല്ലപോലെ ഡ്രൈ ആക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ ഈ സമയം ഒരു 2 ടേബിൾ സ്പൂൺ അളവിൽ നെയ്യും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും നെയ്യും കൂടി ചേർത്ത് കൊടുത്താലും, കുറച്ച് റിച്ച് ആയിട്ടിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമില്ലെങ്കിൽ, നെയ്യ് അധികം താല്പര്യമില്ലാത്തവരാണെങ്കിൽ, അതിൻ്റെ ടേസ്റ്റ് ഇഷ്ടമില്ലാത്തവരാണെങ്കിൽ ഇത് സ്കിപ്പ് ചെയ്താൽ മതിയാകും. അതേപോലെ തന്നെ ഒരു 3 ഏലക്കായ ഞാൻ ചതച്ചിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ പൊടിയായിട്ട് ചേർത്ത് കൊടുത്താലും മതിയാകും. അപ്പോൾ നമ്മൾ ഈ ലാസ്റ്റ് സ്റ്റേജിലാണ് നമ്മുടെ ഏലക്കാപ്പൊടിയൊക്കെ ചേർത്ത് കൊടുക്കുന്നതായിരിക്കും നല്ലത്. എന്നാലാണ് നല്ല ഫ്ലേവർ ആയിട്ട് നമുക്ക് ആ ഫ്ലേവർ നല്ലപോലെ കിട്ടുള്ളൂ. അപ്പോൾ ഇനി ഈ നെയ്യിലിട്ടിട്ട് നമ്മളൊരു 2 മിനിറ്റ് നേരത്തേക്ക് ഒന്നും കൂടി വഴറ്റിയെടുക്കാം. ഇപ്പോൾ നമ്മുടെ ഹൽവ ഓൾമോസ്റ്റ് റെഡി ആയി കഴിഞ്ഞു. കണ്ടില്ലേ, നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കുന്നത്. അതേപോലെ തന്നെ ഒരുപാട് കുഴമ്പ് രൂപത്തിലല്ല ഇരിക്കുന്നത്. ആവശ്യത്തിന് കുറച്ച് എന്താ പറയുക ഡ്രൈനെസ്സിലാണ് ഇരിക്കുന്നത്. അതേപോലെ തന്നെ നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കുന്നത്. കഴിക്കുമ്പോൾ തന്നെ വായിൽ നല്ല അലിഞ്ഞു പോകുന്നൊരു പരുവത്തിലാണ് ഇരിക്കുന്നത്. കറക്റ്റ് മധുരവും എല്ലാനും കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ മധുരം നിങ്ങൾക്ക് നിങ്ങളുടെ ടേസ്റ്റ് അനുസരിച്ച് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിരുന്ന നട്ട്സ് ഉണ്ടല്ലോ, അത് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഫ്രൈ ചെയ്യാൻ നട്ട്സ് താല്പര്യമില്ലാത്തവരാണെങ്കിൽ അല്ലാതെയും ചേർക്കാം, കുഴപ്പമൊന്നുമില്ല, നല്ല ടേസ്റ്റ് തന്നെയായിരിക്കും. ഇനിയാണ് നമ്മുടെ സീക്രട്ട് ഇൻഗ്രീഡിയൻറ്റ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. വേറെ ഒന്നുമല്ല, പാൽപ്പൊടിയാണ് നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. ഒരു 1/4 കപ്പ് അളവിൽ പാൽപ്പൊടി ചേർത്ത് കൊടുത്തിട്ട് ഇത് നല്ല പോലെ അങ്ങ് ക്യാരറ്റുമായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. കണ്ടില്ലേ, നല്ല പോലെ നമ്മൾ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ മിൽക്ക് പൗഡർ ചേർക്കുന്ന നിർബന്ധമില്ല, ചേർത്ത് കൊടുത്താൽ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. നമ്മുടെ ക്യാരറ്റ് ഹൽവയുടെ ടേസ്റ്റ് തന്നെ മാറും, നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ നിങ്ങൾ എന്തായാലും തീർച്ചയായിട്ടും ഇത് ട്രൈ ചെയ്ത് നോക്കാം. അതേപോലെ തന്നെ ഒരു 1/4 ടീസ്പൂൺ അളവിൽ ഞാൻ വെളുത്തുള്ളുണ്ടല്ലോ അത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതും നിർബന്ധമില്ല, ചേർത്ത് കൊടുത്താൽ ഇടയ്ക്ക് എങ്ങനെ കടിക്കാൻ കിട്ടും, അതേപോലെ നല്ലൊരു ഫ്ലേവർ ആയിരിക്കും. കണ്ടില്ലേ, അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള, നമ്മുടെ സോഫ്റ്റ് ആയിട്ടുള്ള നല്ല അടിപൊളി ക്യാരറ്റ് ഹൽവ റെഡി ആയിട്ടുണ്ട്. കണ്ടില്ലേ, ഞാൻ പറഞ്ഞ പോലെ ഒരുപാട് കുഴമ്പ് രൂപത്തിലല്ല, കുറച്ച് വിട്ട് തന്നെയാണ് ഇരിക്കുന്നത്. ഇപ്പോൾ ഇതൊന്ന് ചൂടാറി കഴിയുമ്പോഴേക്കും നമ്മൾ നെയ്യൊക്കെ ചേർത്ത് കൊടുത്തിരിക്കുന്നത് കൊണ്ട് തന്നെ അത് ചൂടാറി കഴിയുമ്പോൾ കുറച്ചും കൂടി ഡ്രൈനെസ്സിൽ നമുക്ക് കിട്ടും. എന്ന് വെച്ച് കഴിക്കുമ്പോൾ ഹാർഡായിട്ടല്ല ഇരിക്കുന്നത്, നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെയാണ്, കടയിൽ നിന്ന് വാങ്ങുന്ന പോലെ തന്നെയാണ് ഇരിക്കുന്നത്. കണ്ടില്ലേ, അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ താഴെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അപ്പോൾ ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ അടുത്ത അടിപൊളി വീഡിയോ ആയിട്ട് വരുന്നത് വരയ്ക്കും ബൈ, താങ്ക് യു.